Hey guys, welcome back to our channel Study Well with me. ഈ വീഡിയോയിലൂടെ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ലോർണ ഗുഡീസൺ എഴുതിയ ഐ ആം ബിക്കമിങ് മൈ മദർ എന്ന പോയത്തിൻ്റെ സമ്മറിയാണ്. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നായിട്ട് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഒപ്പം ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി ഷെയർ ചെയ്തെടുക്കുക. അപ്പോൾ നമുക്കൊട്ട് ലേറ്റ് ആക്കാതെ തന്നെ നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് റൈറ്ററിനെ പറ്റിയിട്ടാണ്. ലോർണ ഗുഡീസൺ. ഇവരുടെ മുഴുവൻ പേര് ലോർണ ഗയെ ഗുഡീസൺ എന്നാണ്. ജനിക്കുന്നത് ഓഗസ്റ്റ് 1, 1947. ഇവരെക്കുറിച്ച് പറയുകയാണെങ്കിൽ ജമൈക്കൻ പോയറ്റാണ്, എസ്സേയിസ്റ്റാണ്, മെമ്മറിസ്റ്റാണ്, പെയിൻറ്ററാണ്, പിന്നെ ലീഡിങ് വെസ്റ്റ് ഇന്ത്യൻ റൈറ്ററാണ്. പിന്നെ കരീബിയൻ കവികളിൽ ഏറ്റവും മികച്ച ഒരാളാണ് ലോർണ ഗുഡീസൺ. ഇനി നമുക്ക് നമ്മുടെ ചാപ്റ്ററിലേക്ക് പോവാം. ഐ ആം ബിക്കമിങ് മൈ മദർ. കവിത പബ്ലിഷ് ചെയ്തത് 1986. ദ പോം ഇൻ 14 ഷോർട്ട് ലൈൻസ് മാനേജസ് ടു എൻകംപസ് ചൈൽഡ്ഹുഡ്, മദർ, പേഴ്സണാലിറ്റി, ഫാമിലി, നൊസ്റ്റാൾജിയ, മെച്യൂരിറ്റി, അപ്രീസിയേഷൻ ഓഫ് സെൽഫ് ആൻഡ് ലവ്. കുട്ടിക്കാലം, അമ്മ, വ്യക്തിത്വം, കുടുംബം, ഗൃഹാതുരത്വം, പക്വത, ആത്മാഭിമാനം, സ്നേഹം എന്നിവ ഉൾക്കൊള്ളുന്ന 14 വരികളായിട്ടാണ് കവിത എഴുതിയിരിക്കുന്നത്. ഐ ആം ബിക്കമിങ് മൈ മദർ. ഞാൻ എൻ്റെ അമ്മയാകുന്നു. യെല്ലോ ഓർ ബ്രൗൺ വുമൺ, ഫിംഗേഴ്സ് സ്മെല്ലിംഗ് ഓൾവേസ് ഓഫ് ഓണിയൻസ്. യെല്ലോ ഓർ ബ്രൗൺ വുമൺ, മഞ്ഞ അല്ലെങ്കിൽ തവിട്ട് നിറമുള്ള സ്ത്രീ. ഇവിടെ വുമണിൻ്റെ വംശീയതയുടെ ക്ലിയർ പിക്ചറാണ് നമുക്ക് പോയിട്ട് നൽകുന്നത്. യെല്ലോ ഓർ ബ്രൗൺ വുമൺ എന്ന് പറഞ്ഞാൽ അവൾ കറുത്തതോ വെളുത്തതോ അല്ല. ഷീ ഈസ് നെയ്തർ വൈറ്റ് നോർ ബ്ലാക്ക് ബട്ട് ഈസ് ഓഫ് മിക്സ്ഡ് റേസ്. അതായത് രണ്ടിൻ്റെയും മിക്സാണ്, വെളുത്തതും കറുത്തതും കൂടിച്ചേർന്നതാണ് സ്ത്രീ എന്നാണ് പറയുന്നത്. ഫിംഗേഴ്സ് സ്മെല്ലിംഗ് ഓൾവേസ് ഓഫ് ഒനിയൻസ്. അവളുടെ വിരലുകൾ എപ്പോഴും എന്തുണ്ട്? ഒനിയൻ്റെ സ്മെല്ലുണ്ടെന്നാണ് പറയുന്നത്. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അവൾ എപ്പോഴും എന്താണ്? മിക്കപ്പോഴും പാചകം ചെയ്യുമായിരിക്കും അല്ലേ? അപ്പം നമ്മൾ എന്ത് കറി ഉണ്ടാക്കുന്നുണ്ടെങ്കിലും ഒട്ടുമിക്ക കറിയിൽ നമ്മൾ ഒനിയൻ ഇടും അല്ലേ? അപ്പോൾ അവളുടെ ആ കൈക്ക് എന്താണ്? ഒനിയൻ്റെ സ്മെല്ലാണെന്നാണ് പറയുന്നത്. ഒനിയൻ്റെ ആ ഒരു മണം അവളുടെ കയ്യിൽ എന്നുമുണ്ട്. മൈ മദർ റേസസ് റെയർ ബ്ലൂംസ് ആൻഡ് വാട്ടർ ദം വിത്ത് ടീ. ഹെർ ബെർത്ത് വാട്ടേഴ്സ് സാങ് ലൈക്ക് റിവേഴ്സ്. മൈ മദർ ഈസ് നൗ മീ. ഇവിടെ പറയുന്നത് മൈ മദർ റേസസ് റെയർ ബ്ലൂംസ്. എൻ്റെ അമ്മ റെയർ ആയിട്ടുള്ള, അതായത് അപൂർവമായിട്ടുള്ള പൂക്കൾ വളർത്തുന്നു. അമ്മ തൻ്റെ ചെടികളെ പരിപാലിക്കുന്ന അവിടെയുള്ള ഒരു പൂക്കാരനോ തോട്ടക്കാരനോ ആണെന്നാണ് ഈ ലൈനിൽ പറയുന്നത്. മറ്റൊരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ തൻ്റെ മക്കളെ പരിപാലിക്കുന്നതുമാവാം ഇവിടെ. നൂറ്റാണ്ടുകളായിട്ട് കരീബിയൻ പീപ്പിൾ നാടൻ ചെടികളും ഔഷധ സസ്യങ്ങളും ഉപയോഗിച്ചിട്ടാണ് ടീ ഒക്കെ ഉണ്ടാക്കുന്നത്. അതിന് നല്ല ഗുണങ്ങളുണ്ട്, നല്ല രുചിയും ഉണ്ട്. ഈ വരിയിലൂടെ പോയിട്ട് പറയുന്നത്, അതായത് ഏത് വരിയിലൂടെ? ആൻഡ് വാട്ടേഴ്സ് ദം വിത്ത് ടീ. ഈ വരിയിലൂടെ പോയിട്ട് പറയുന്നത് സ്ത്രീയുടെ പരിചരണവും ശ്രദ്ധയുമാണ്. അവൾ കുട്ടികളെ വളർത്തുന്നതിന് അത്രയേറെ ശ്രദ്ധയും പരിചരണവും കൊടുക്കുന്നുണ്ട്. നെക്സ്റ്റ് പറയുന്നത് ഇവിടെ ഒരു കുട്ടിയുടെ ജനനം എന്നതിൻ്റെ വ്യക്തമായ ചിത്രമാണ് പോയിട്ട് പോർട്രേ ചെയ്യുന്നത്. ഹെർ ബെർത്ത് വാട്ടേഴ്സ് സാങ് ലൈക്ക് റിവേഴ്സ്. ഏതുപോലെ? നദി പോലെ. ഇവിടെ ആ നാട്ടിലുള്ള റിവേഴ്സിൻ്റെ ഒരു ചെറിയൊരു പരാമർശം പറയുന്നുണ്ട്. പിന്നെ പറയുന്നത് മൈ മദർ ഈസ് നൗ മീ. എൻ്റെ അമ്മ ഇപ്പോൾ ഞാനാണ്. അതായത് പോയിട്ടും അവരുടെ അമ്മയും ഇവിടെ എന്താണ്? ഒന്നായി എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് സ്റ്റാൻസ. My mother had a linen dress, the color of the sky, and stored lace and damask tablecloths to pull shame out of her eye. ഇവിടെ ആ വുമൺ ധരിക്കുന്ന വസ്ത്രത്തെ പറ്റിയിട്ടാണ് പറയുന്നത്. നീല ലിനൻ ഡ്രസ്സാണ് അവർ ധരിക്കുന്നത്. ഓക്കെ, ആ ലിനൻ വസ്ത്രത്തിൻ്റെ കളർ എന്തുപോലെയാണ്? ആകാശത്തിൻ്റെ കളർ പോലെയാണ്. ദ കളർ ഓഫ് ദ സ്കൈ. ചിലപ്പോൾ അവളുടെ വസ്ത്രങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും മികച്ച നല്ല വസ്ത്രമായിരിക്കാം ഈ നീല ലിനനം കൊണ്ടുണ്ടാക്കിയ ഡ്രസ്സ്. ആ ഡ്രസ്സ് അവൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതും അവൾ സ്ഥിരമായി ധരിക്കുന്നതുമാണ് ആ നീല ലിനൻ ഡ്രസ്സ്.
ഇനി പറയുന്നത് ഇനി അവളെയും അവളുടെ വീടിനെയും നന്നായിട്ട് അവൾ ശ്രദ്ധിക്കുന്നുണ്ട്. അവളുടെ വീട്ടിലെ ടേബിൾ ക്ലോത്ത്സ് അവൾ നന്നായിട്ട് സൂക്ഷിക്കുന്നുണ്ട്. ആ മേശവിരി എങ്ങനെയുള്ളതാണ്? അതിൽ ലേസൊക്കെ പിടിപ്പിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. ലാസ്റ്റ് സ്റ്റാൻസ. ഐ ആം ബിക്കമിങ് മൈ മദർ, ബ്രൗൺ ഓർ യെല്ലോ വുമൺ, ഫിംഗേഴ്സ് സ്മെല്ലിംഗ് ഓൾവേസ് ഓഫ് ഒനിയൻസ്. ഇവിടെ ഫസ്റ്റ് സ്റ്റാൻസയുടെ ചെറിയൊരു മാറ്റാണുള്ളത്. ഫസ്റ്റ് സ്റ്റാൻസിൽ ഐ ആം ബിക്കമിങ് മൈ മദർ ഇല്ല, അതിവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ യെല്ലോ ആണ് സ്റ്റാർട്ടിങ്ങിലുള്ളത് ഫസ്റ്റ് സ്റ്റാൻസയിൽ, ഇവിടെ ബ്രൗൺ ആണ് സ്റ്റാർട്ടിങ്ങിലുള്ളത്. ഇവിടെ പറയുന്നത് ഐ ആം ബിക്കമിങ് മൈ മദർ, ഞാൻ എൻ്റെ അമ്മയാകുന്നു. ബ്രൗൺ ഓർ യെല്ലോ വുമൺ, അതായത് ബ്രൗൺ നിറമുള്ള അല്ലെങ്കിൽ മഞ്ഞ നിറമുള്ള സ്ത്രീ. ഫിംഗേഴ്സ് സ്മെല്ലിംഗ് ഓൾവേസ് ഓഫ് ഒനിയൻസ്, നമ്മൾ ആദ്യം പറഞ്ഞത് തന്നെ, അടുക്കളയിൽ പാചകം ചെയ്യുന്നത് കൊണ്ട് തന്നെ എന്താണ്, അവളുടെ കയ്യിൽ എപ്പോഴും ഒനിയൻ്റെ സ്മെല്ലായിരിക്കും.